ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയിസ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാനിവിടെ ഒരു ബ്ലാക്ക് ആഗോലി എങ്ങനെ തേങ്ങാപ്പാലിൽ നമുക്ക് വേവിച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ ടർമറിക് പൗഡർ, 1/2 മുറി ലൈമിൽ കുരു വീഴാതെ നോക്കണം. ഒരു സ്പൂൺ പെപ്പർ പൗഡർ, അര സ്പൂൺ ഉപ്പ് നോക്കി ചെയ്യണം കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിന്. ഞാനിവിടെ ഒരു ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ശരിക്കും മിക്സ് ചെയ്യുക. കുറച്ച് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ്, അധികം വേണ്ട. ശരിക്കും മിക്സ് ചെയ്ത ശേഷം ഇതിന് ശരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം. വരകളിൽ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ശരിക്കും അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തണം. ഉള്ളിലേക്കൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഇത് ഏത് ഫിഷ് വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. അയക്കൂറ, അയല, അയല നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ശരിക്കും ഈ മസാല തേച്ച് നമുക്ക് ഏത് മീനാണ് കിട്ടുന്നത് അതുപോലെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. സിയർ ഫിഷ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. ശരിക്കും നമ്മൾ മീനെ അങ്ങോട്ട് സ്നേഹിക്കണം. മസാലയൊക്കെ തേച്ച് ശരിക്കും മസാല ഉള്ളിലേക്ക് ഉൾഭാഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ശരിക്കും തേച്ച് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മീനായാലും മാംസമായാലും എന്ത് നോൺ വെജ് ഐറ്റംസ് ആയാലും മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം 45 to 50 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിരിക്കണം. അപ്പോൾ തന്നെയാണ് നമ്മൾ ഈ മസാലകളെല്ലാം ഈ മാംസത്തിനൂടെ അല്ലെ മീനിനുള്ളിലേക്ക് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയോ കറി വെക്കുകയോ ചെയ്താലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഇപ്പം നമ്മളിത് ഈ ഫിഷ് നമ്മൾ 1 hour മാരിനേറ്റിലേക്ക് വെക്കുകയാണ്. നമ്മുടെ മീൻ 1 hour കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു 1.5 സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു. അത് എണ്ണയുടെ ആവശ്യമില്ല. നമ്മുടെ മാരിനേറ്റ് ചെയ്ത ആഗോലി മീൻ നമ്മളിതിലേക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കരിയാപ്പിലയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ഈ ഫിഷിലും മാംസത്തിലും എന്തുണ്ടാക്കിയാലും കരിയാപ്പിലയാണ് അതിൻ്റെ മെയിന്. എത്ര കരിയാപ്പില കൂടുതൽ യൂസ് ചെയ്യുന്ന അത്രയും ടേസ്റ്റ് കൂടുതൽ വരും. കരിയാപ്പില വെക്കും, ഫ്രഷ് കരിയാപ്പില വെക്കണം. ഒരു കാരണവശാലും വാടിയ കരിയാപ്പില വെക്കരുത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 kg സ്ട്രോബെറിക്കാണ്. അത് നമ്മൾ ഒരു സൈഡ് 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. അങ്ങനെ 2 സൈഡും മറിച്ചിടണം. 14 മിനിറ്റ് നമ്മൾ അത് വേവിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിരിക്കും. നമ്മൾ ഇതിനകത്ത് ഉള്ള ഈ സൈഡിലുള്ള ഓയിൽ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. 2 സൈഡും ഏകദേശം നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കും. ഒരു ഫുഡ് നന്നാവണമെങ്കിൽ അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ മസാല അളവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ മീൻ ഇതിപ്പോൾ നമ്മൾ 7 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സൈഡ് നമ്മൾ മറിച്ച് കൊടുക്കണം. അധികം വേവിക്കരുത്. നമുക്ക് ഇനിയും കുക്ക് ചെയ്യേണ്ടതാണിത്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ വെച്ച് കുക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അധികം വേവിക്കരുത്. ഇത് മറിച്ചിട്ട ശേഷം നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ആ സൈഡിലുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. കണ്ടോ, അത് കാണാമല്ലോ. ഇത്
ഫ്രണ്ട്സ്, നമ്മളുടെ ബ്ലാക്ക് ആവോലി ഫ്രൈ ആയിരിക്കുകയാണ്. ഇതാണ്, രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇതിനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ആവോലി എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല മൺചട്ടിയാണ്, ടേസ്റ്റിനും എല്ലാത്തിനും. നമ്മുടെ ഹെൽത്തിനും ഇത് തന്നെയാണ്, മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് നമ്മളൊരു വാഴയില ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇറക്കുവാണെങ്കിൽ പൊട്ടാതിരിക്കും. വാഴയില മെല്ലെ ഇറക്കുക. കാരണം ഈ വാഴയില പൊട്ടിയാൽ നമ്മൾ ഒഴിക്കുന്ന മസാലയല്ല അടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് വാഴയില ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കരിയാപ്പല നമ്മൾ ഇറക്കുന്നു. കരിയാപ്പല തണ്ടോടുകൂടി നമ്മൾ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ ആവോലിയിലേക്ക് നമ്മൾ വാഴയിലേക്ക് ഇറക്കുകയാണ്. ബാക്കിയുള്ള മസാലകൾ നമ്മൾ ഫ്രൈ ചെയ്ത മസാല അതിലേക്ക് ഒഴിക്കാം. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ നമ്മൾ ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത്, കുറച്ച് ഉപ്പുമായിട്ട് മിക്സ്. ആദ്യം നമ്മൾ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ നമ്മൾ തേങ്ങാപ്പാലിൽ ഒഴിക്കണം. ഈ മീൻ മുങ്ങി കിടക്കുന്ന അത്രയും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. മീനിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഒഴിക്കണം. അതിലേക്ക് ഞാനൊരു ചെറിയൊരു പച്ചമാങ്ങ അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഈ പച്ചമാങ്ങ ഇടുന്നത് നമുക്ക് നല്ലൊരു പുളി, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പച്ചമാങ്ങ നമ്മൾ ഇടുന്നത്. അതിലേക്ക് പച്ചമുളക് ഒരു 5 പച്ചമുളക് ഞാൻ നടുവേ പൊളന്നത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് നല്ല ഇത് കൊടുക്കുക. നമുക്ക് ടേസ്റ്റ്, ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്ന ഈ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് ഇടണം. അതിനുശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ് നമ്മൾ കുറച്ച് ഇതിലേക്ക് നമ്മൾ ഇടുന്നു. അര സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മൂടി വെക്കണം. ഇതൊരു 18 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ആവോലി നമ്മൾ ഇപ്പോൾ ഒരു 9 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഈ ചാറുകൾ, ഈ സൈഡിലുള്ള ഗ്രേവി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കോരി ഒഴിക്കണം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയുണ്ട്, സമയം എടുക്കാറായിട്ടില്ല. ഫ്രണ്ട്സ്, നമ്മുടെ ആവോലി ഇവിടെ നമ്മുടെ തേങ്ങാപ്പാലിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി തന്നെ വെക്കണം. ഉടനെ നമ്മൾ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ എല്ലാ മസാലകളും അതിലേക്ക് പിടിക്കും. അതിനുശേഷം ഒരു 15 മിനിറ്റ് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ കണ്ടീഷൻ ഇതിൻ്റെ.